നമസ്കാരം. എന്തുകൊണ്ടും 2024 തിരഞ്ഞെടുപ്പ് ഫലം കേന്ദ്രത്തിലെ മോദിക്കും കേരളത്തിലെ പിണറായിക്കും ജനഹിതമായ ഒട്ടേറെ തിരുത്തലുകൾക്ക് അവസരം നൽകുന്നതാണ്. ആര് കാണിച്ചാലും അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും സ്ഥിരം ശൈലി ജനങ്ങൾ അധികനാൾ വെച്ചുപൊറുപ്പിക്കില്ല. ഇന്ത്യൻ ജനതയുടെ മനസ്സ് പ്രവചനാതീതമാണെന്ന് തെളിയിക്കുന്ന വിധിയായിരുന്നു ഇത്തവണത്തേത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ച് ഭരിക്കുമെന്ന ബി.ജെ.പിയുടെ അവകാശവാദവും എക്സിറ്റ് പോളുകളുടെ സൂചനകളും അട്ടിമറിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. 294 സീറ്റ് നേടി ബി.ജെ.പി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം തന്നെയാണ് ഭരണം കയ്യേറുന്നതെങ്കിലും 237 സീറ്റുകളുമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഏകാധിപത്യ ശൈലി ഇന്ത്യൻ ജനത അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനം കൂടിയായിരുന്നു ഈ വിധി. രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനും ജയിക്കാനും ആത്മവിശ്വാസം ആവശ്യമാണ്. എന്നാൽ അമിത ആത്മവിശ്വാസം വിനയാകുമെന്ന് ബി.ജെ.പിക്ക് ബോധ്യപ്പെടാൻ യു.പിയിലെ ഫലം തന്നെ അധികമാണ്. അയോധ്യ രാമക്ഷേത്രം പണിതതിലൂടെ ഉത്തരേന്ത്യ മുഴുവൻ തൂത്തുവാരാമെന്ന ബി.ജെ.പിയുടെ സങ്കല്പം പാടെ തകരുകയായിരുന്നു. രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഫലങ്ങളിലും ബി.ജെ.പിക്ക് എതിരാണ്. യു.പിയിൽ 2019 64 സീറ്റുണ്ടായിരുന്ന ബി.ജെ.പി 62 സീറ്റുണ്ടായിരുന്ന ബി.ജെ.പി ഇത്തവണ 34 സീറ്റിലേക്ക് കൂപ്പുകുത്തി. സമാജ്വാദി പാർട്ടി വെറും 6 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 36 സീറ്റിലേക്ക് എത്തി. കോൺഗ്രസിന് വരെ 6 സീറ്റ് കിട്ടി. എവിടെയാണ് ബി.ജെ.പിക്ക് പിഴച്ചത്? രാഹുൽ ഗാന്ധി എന്ന യുവ നേതാവിനെ വില കുറച്ച് കണ്ടതാണ് ബി.ജെ.പിക്ക് പറ്റിയ ആദ്യ തെറ്റ്. അദ്ദേഹം 2 ജോഡോ യാത്ര പൂർത്തീകരിച്ചപ്പോഴും അത് നടത്തിക്കൊണ്ടിരുന്നപ്പോഴുമൊക്കെ ഇയാൾ തെക്ക് വടക്ക് നടക്കുന്നതല്ലാതെ വല്ല പ്രയോജനമുണ്ടോ എന്നുള്ള പരിഹാസങ്ങളാണ് ഒട്ടുമിക്ക ബി.ജെ.പി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ രാഹുൽ ജനങ്ങളോടൊപ്പം ആണ് നിന്നത്. മോദി ഒറ്റയ്ക്ക് ധ്യാനമിരിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ ജോഡോ യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ നടന്ന തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് ബി.ജെ.പിയിൽ നിന്ന് കർണാടകം പിടിച്ചെടുത്തു. എന്നാൽ അതൊരു അപായ സൂചനയായി ബി.ജെ.പി കണ്ടില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ബി.ജെ.പി വിശ്വസിച്ചത്. അവർ തമ്മിലടിച്ച് പിരിഞ്ഞോളും എന്ന് ബി.ജെ.പി കരുതി. എന്നാൽ മറിച്ചാണ് സംഭവിച്ചത്. കഴിഞ്ഞ തവണ 2019 യു.പിയിൽ ഇത്രയധികം സീറ്റുകൾ ബി.ജെ.പിക്ക് കിട്ടിയത് പ്രതിപക്ഷ കക്ഷികൾ ഭിന്നിച്ച് മത്സരിച്ചതാണ്. അത് ഇത്തവണ ഉണ്ടായില്ല. ബി.ജെ.പി 10 വർഷമായിട്ട് ഭരിക്കുമ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. എന്നാൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, തൊഴിലില്ലായ്മ അതിരൂക്ഷമാവുകയും ചെയ്തു. യു.പി, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സാധാരണയായി കുടുംബത്തിൽ ഒരാളെങ്കിലും ആർമിയിലായിരിക്കും ജോലി ചെയ്യുന്നത്. അഗ്നിവീർ പദ്ധതി അവരുടെ മക്കളുടെ സ്ഥിര ജോലി ഇല്ലാതാക്കും എന്നുള്ള പ്രചരണം കേന്ദ്ര സർക്കാരിനെതിരെ തിരിയാൻ അവരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങളിലൊന്നാണ്. അതേസമയം സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കക്ഷിയും 10 വർഷം തുടർച്ചയായി ഭരിച്ച ശേഷം വീണ്ടും അധികാരത്തിൽ വന്നിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് നിറം മങ്ങിയതാണെങ്കിലും മോദിയിൽ നിന്ന് വീണ്ടും ഇന്ത്യൻ ജനത പലതും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. മതബിംബങ്ങളിലൂടെയും വർഗീയ പ്രചരണത്തിലൂടെയും ഒന്നും അധികാര സ്ഥാനങ്ങളിൽ കടിച്ചു തൂങ്ങാൻ ഒരു നേതാവിനും കഴിയില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. വികസനത്തിനോടൊപ്പം നിത്യജീവിതത്തിൻ്റെ ഭാരം കുറയ്ക്കുന്ന നടപടികളും ഭരണകർത്താക്കളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വൈദ്യുതിയുടെയും വെള്ളത്തിൻ്റെയും ഇന്ധനത്തിൻ്റെയും യാത്രാ ചെലവും എല്ലാം അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇസങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം വിട്ട് ജനങ്ങൾ പ്രതികരിക്കും എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. ശക്തമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ. ജനങ്ങളാണ് പരമാധികാരികൾ. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ ദൈവങ്ങളായല്ല, അവരുടെ ദാസന്മാരായി വേണം ഭരണചക്രം തിരിക്കേണ്ടത്. ഇവിടെ ഒരിക്കലും താമര വിരിയില്ല എന്ന് LDFും UDFും അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഇവിടെ താമര വിരിഞ്ഞതാണ് കേരളത്തിലെ ഇലക്ഷനിലെ ഏറ്റവും വലിയ പ്രത്യേകത. തൃശ്ശൂരിലാണ് താമര വിരിഞ്ഞത്. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും അതിനൊരു കാരണമായിട്ടുണ്ട്. വമ്പിച്ച തോൽവിയാണ് LDF നേരിട്ടത്. ഭരണവിരുദ്ധ വികാരം തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് ഫാസിസത്തിന് ഏറ്റ ഒരു തിരിച്ചടിയായി നമുക്കിതിനെ വിലയിരുത്താം. CPM ബോംബ് പൊട്ടിക്കുന്നതും SFI, DYFI തുടങ്ങിയ
ചെറു സഖാക്കളുടെ, കുട്ടി സഖാക്കളുടെ അക്രമ പരമ്പരകളും ഇതിന് ഒരു കാരണമായിട്ടുണ്ട്. UDF 18 സീറ്റിൽ ജയിച്ചത് വമ്പിച്ച വിജയം തന്നെയാണ് അവർക്ക്. 18 സീറ്റിലും ഏകദേശം വലിയ മാർജിനിൽ തന്നെയാണ് മിക്കയിടത്തും ജയിച്ചത്. അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവാണ്. ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും നേരിയ മാർജിനിലാണ് BJP തോറ്റത്. അതായത് BJP വളരുക തന്നെയാണ്. LDF നിന്നും UDF നിന്നും BJPയിലേക്ക് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDF ജയിച്ച രാധാകൃഷ്ണൻ, അദ്ദേഹം നല്ലൊരു മന്ത്രിയും സത്യസന്ധനും എളിമയുള്ളവനും എല്ലാമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിജയിച്ചത്. പക്ഷേ ആ വിജയം മറ്റ് എവിടെയും ആവർത്തിക്കാൻ LDFന് കഴിഞ്ഞില്ല. എന്നാലും ഈ തോൽവിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രത്തിലെ മോദിക്കും കേരളത്തിലെ പിണറായിക്കും പഠിക്കാനുണ്ട്. അവരത് പഠിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. പുതുതലമുറയുടെ ഉദയത്തോടും സ്ത്രീ ശാക്തീകരണത്തിലൂടെയുമൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് കേരളവും ഇന്ത്യയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കൾക്കും കാലോചിതമായ മാറ്റം അനിവാര്യമാണ്. നന്ദി. നാളെ വീണ്ടും കാണാം.